കോഴിക്കോട് വടകര ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്ര മൈതാനത്ത് ഭക്തർ വിളക്ക് വയ്ക്കുന്ന കല്ലടക്കം അടിച്ചു തകർത്ത് ഏറാമല ഗ്രാമപഞ്ചായത്തിന്റെ പ്രതികാര നടപടി. മുസ്ലിം ലീഗും RMPയും ഭരിക്കുന്ന പഞ്ചായത്ത് അനധികൃതമായി ഗണപതി ക്ഷേത്രത്തിന്റെ ഭൂമി കയ്യേറി നിർമ്മാണ പ്രവൃത്തി നടത്തുകയാണെന്ന പരാതി നേരത്തെ ഭക്തർ ഉന്നയിച്ചിരുന്നു. ക്ഷേത്രഭൂമിയിൽ അനധികൃത നിർമ്മാണ പ്രവൃത്തി നടത്തുന്നത് ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അനഘ ഹർഷൻ ചേരുന്ന വിവരങ്ങളുമായി. അനഘ, ഈ സ്റ്റേ നിലനിൽക്കെ വീണ്ടും ഇവിടെ ഈ കല്ല് അടിച്ച് തകർക്കുന്ന രീതിയിൽ ഈ നിർമ്മാണ പ്രവർത്തികൾ തന്നെയാണോ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം അറിയേണ്ടത്. ഈ പ്രതികാര നടപടി ഈ ക്ഷേത്രത്തിനോട് കാണിക്കുമ്പോൾ ഹൈക്കോടതി വിധി നിലനിൽക്കുന്നുണ്ട്, ഹൈക്കോടതിയുടെ സ്റ്റേ ഉത്തരവ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം പഞ്ചായത്തിനും വ്യക്തമല്ലേ. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. കോഴിക്കോട് വടകര ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്ര മൈതാനത്തുള്ള സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് നേരത്തെ തന്നെ ജനം TV വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നതാണ്. ഭക്തർ വിളക്ക് വയ്ക്കുന്ന കല്ലടക്കം അടിച്ചു പൊട്ടിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാർത്ത. കാരണം ഇവിടെ ഈ ഗണപതി ക്ഷേത്രത്തിന്റെ ഭൂമി കയ്യേറി അനധികൃതമായ ഒരു നിർമ്മാണം നടത്തുന്നു എന്നുള്ള വാർത്തയാണ് നമ്മൾ നേരത്തെ നൽകിയത്. അതിനെതിരെ ഭക്തർ പരാതി നൽകിയിരുന്നു. തുടർന്ന് ഹൈക്കോടതി ഇതിന് സ്റ്റേ അനുവദിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അനഘ, എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? വീണ, ഏറ്റവും ഒടുവിൽ അതായത് ഈ ഭക്തർ ഈ ശിവഭഗവതി ക്ഷേത്രത്തിൽ ഈ ഭക്തരെത്തി അവിടെ ഈ ക്ഷേത്ര മൈതാനത്തോട് ചേർന്ന് ഭക്തർ പ്രാർത്ഥിക്കുന്ന വിളക്ക് വെക്കുന്ന ഒരു ശിലയുണ്ട്. ഈ ശിലയടക്കം ഈ RMPയും മുസ്ലിം ലീഗും ഭരിക്കുന്ന ഏറാമല ഗ്രാമപഞ്ചായത്ത് അധികൃതർ എത്തി മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് അത് നശിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ RMPയും മുസ്ലിം ലീഗും ഭരിക്കുന്ന ഏറാമല പഞ്ചായത്ത് ഈ ശിവഭഗവതി ക്ഷേത്രത്തിന്റെ ആ ഭൂമി കയ്യേറാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. ഇതൊന്നോ രണ്ടോ ദിവസമായി നടക്കുന്ന പ്രവർത്തനമല്ല, വർഷങ്ങളായി ഇവർ ഇത്തരത്തിൽ ക്ഷേത്രഭൂമി കയ്യേറാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഭക്തരുടെ ഭാഗത്ത് നിന്ന് നിരന്തരം ഉണ്ടായിട്ടുണ്ട്. അതിന് ഏറ്റവും ഒടുവിലാണ് ഇത്തരത്തിൽ, അതായത് ഈ പഞ്ചായത്ത് അധികൃതർ പറയുന്നത് ഈ ക്ഷേത്രഭൂമിയിൽ പഞ്ചായത്തിന് അധികാരം ഉണ്ട് എന്നാണ്. എന്നാൽ ഭക്തർ ഇതുമായി ബന്ധപ്പെട്ട് വിവരാവകാശ ഹിന്ദു ഐക്യവേദി അടക്കം ഇതുമായി ബന്ധപ്പെട്ട് വിവരാവകാശ രേഖ നൽകുകയും ഈ ക്ഷേത്രഭൂമിന്റെ അധികാരം പറയുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു രേഖയും ഈ പഞ്ചായത്തിന്റെ കൈവശം ഇല്ല എന്നതാണ് വിവരാവകാശ രേഖയിൽ നിന്ന് നടക്കം പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ പഞ്ചായത്തിന്റെ ആസ്തി വികസന രേഖയിൽ അനധികൃതമായി ഈ ശിവഭഗവതി ക്ഷേത്രത്തിന്റെ പേര് എഴുതി ചേർക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഈ ഭൂമി കൈവശപ്പെടുത്താനുള്ള നീക്കം പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അങ്ങനെ ക്ഷേത്രഭൂമിയുടെ ഒരു രീതിയിലുള്ള രേഖയും പഞ്ചായത്തിന്റെ കൈവശമില്ല എന്ന വിവരാവകാശ രേഖ പുറത്തു വന്നു. അങ്ങനെയാണ് ഈ ഹിന്ദു ഐക്യവേദിയും അതുപോലെ തന്നെ ഭക്തരും ചേർന്ന് ഈ കോടതിയെ സമീപിച്ചതും ഈ ഭൂമിയിൽ നടക്കുന്ന അനധികൃത നിർമ്മാണം അത് സ്റ്റേ ചെയ്യണമെന്ന ഉത്തരവ് ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഇവിടെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും നിർബന്ധപൂർവം, അതായത് ഭക്തരുടെ വികാരത്തിന് അല്ലെങ്കിൽ ഭക്തർക്ക് ഒരു വിലയും നൽകാതെ ഇത്തരത്തിൽ ആ ക്ഷേത്രഭൂമിയിൽ അതിക്രമിച്ചു കയറുകയും മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ചു ചിരാതും ഭക്തർ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന ശിലയും അത് മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് നശിപ്പിക്കുന്ന രീതിയിലാണ് നശിപ്പിക്കുന്ന നിലപാട് അല്ലെങ്കിൽ നശിപ്പിക്കുകയാണ് ഈ ഏറാമല ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്ന നടപടി. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഭക്തരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഇന്ന് വൈകുന്നേരം ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ സംഗമം ഉണ്ടാകും എന്നാണ് ഭക്തർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കൃത്യമായി, അതായത് പഞ്ചായത്തിന് ഒരു അവകാശവും ഇല്ല എന്ന ഈ ഭൂമിയിൽ ക്ഷേത്രഭൂമിയിൽ പഞ്ചായത്തിന് ഒരു അവകാശവും ഇല്ലെന്ന വിവരാവകാശ രേഖ പുറത്തു വന്നിട്ടുണ്ട്. ഈ ക്ഷേത്രഭൂമിയിൽ യാതൊരുവിധ നിർമ്മാണ പ്രവൃത്തിയും നടത്താൻ പാടില്ലെന്ന് കോടതിയും ഉത്തരവിട്ടിട്ടുണ്ട്. ഇതൊക്കെ നിൽക്കുമ്പോഴാണ് പഞ്ചായത്ത് മനഃപൂർവ്വം ക്ഷേത്രഭൂമി കയ്യേറാനുള്ള ശ്രമം നടത്തുന്നത് എന്ന പരാതിയാണ് ഉയരുന്നത്. മാത്രമല്ല, ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ വടകര നഗരപ്രദേശത്ത് നിരവധി പ്രദേശമുണ്ട്. ഇത്തരത്തിൽ തരിശായി കിടക്കുന്ന നിരവധി ഭൂമിയുണ്ട്. ആ ഭൂമിയിലൊക്കെ പഞ്ചായത്തിന് തങ്ങളുടെ പ്രവൃത്തി ഏതെങ്കിലും തരത്തിലുള്ള കെട്ടിടം പണിയണമെങ്കിൽ പഞ്ചായത്തിന് കൃത്യമായി അതവിടെ പണിയാൻ സാധിക്കും. പക്ഷേ അതൊന്നുമല്ലാതെ ഈ ക്ഷേത്രഭൂമിയിൽ തന്നെ ഇത്തരത്തിലൊരു കെട്ടിട നിർമ്മാണം നടത്തണം അല്ലെങ്കിൽ ശൗചാലയം പണിയണം എന്നതടക്കമുള്ള നീക്കം പഞ്ചായത്തിന്റെ കടുംപിടുത്തമാണ്. എന്തിനാണ് ഇത്തരത്തിലൊരു നീക്കം പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകും വീണ. ഓക്കെ, ശരിയാണ്.